അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. ഇന്ന് നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം കേതിൽ കറി ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പുളി ഇത്ര എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ പത്തലിനാണ് കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഉലുവ ഇടാം. ഉലുവ പൊട്ടുന്നുണ്ട്. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത് വെപ്പിക്കുമെന്നറിയില്ല. അതിനുശേഷം ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്, തക്കാളി, ഉലുവ, തക്കാളി, ഉള്ളി ഇതൊക്കെ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് വാരിയിടാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പുളി, മിക്സ് ചെയ്യാം, കയറ്റി കൊടുക്കാം. അരിഞ്ഞ് വെച്ച് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തട്ട് ചെയ്തത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് പൊടികളെ ഇട്ട് കൊടുക്കാം. ഇത് വഴന്ന് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൊണ്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം തെറിച്ച് പോകുന്നുണ്ട്, എനിക്കിവിടെ വെക്കാൻ പറ്റുന്നില്ല ഫോണ്, അതുകൊണ്ട് ഞാൻ എടുത്ത കയ്യിൽ പിടിച്ചിട്ടാണ് ഇനി വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മുളക് മാത്രം ഇട്ടിട്ട് വെക്കാം. ഞാനിത് പത്തലിന് എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി അത് ആഡ് ചെയ്തിട്ടുണ്ട്. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇതാവും. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ മീൻ നമുക്ക് വേവുള്ള മീനാണ് കേതിൽ. അപ്പോൾ ഇത് വേവേണ്ടത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വറ്റിപ്പോവും, അപ്പോൾ മീൻ വേവില്ല. അപ്പോൾ കുറച്ച് വെള്ളം നീട്ടിയെടുത്തതിന് ശേഷം മീനിട്ട് കൊടുത്താൽ അതിൽ നിന്ന് നന്നായിട്ട് വേവ്. പുളിയും തക്കാളി, ഉള്ളി എല്ലാം ഞാൻ ഒരുമിച്ചിട്ട് അങ്ങ് വഴറ്റി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തിളക്കുന്നുണ്ട്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. മീൻ നന്നായിട്ട് തിളച്ചു കേസ്. അപ്പോൾ മീനല്ല, തക്കാളി, ഉള്ളി ഒക്കെയുള്ള ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇതിൽ കറി ആയി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. കടലപ്പൊടി, മൈദപ്പൊടി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുട്ട വരഞ്ഞ് കയറിയിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മസാലപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ പോലെ ചെയ്തെടുക്കണം. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഗൈസ്, എനിക്ക് വയ്യ. മീൻകറി ഉണ്ടാക്കി പത്തൽ ഉണ്ടാക്കണം. മീൻകറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ സൗകര്യയുടെ എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ വായിക്കാൻ പറയണമെന്നുണ്ട്. ഞാൻ നാസിൻ്റെ പുട്ടുപൊടിയാണ്, പുട്ടുപൊടിയല്ല സോറി, പുട്ടുപൊടിയുണ്ട് നാസിൻ്റെ. ഇത് പത്തിരിപ്പൊടി റോട്ടിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം ഗൈസ്. തന്നെ ആയതുകൊണ്ട് വയ്യ. അയ്യോ, അല്ലെങ്കിൽ ആയാലും എന്തെങ്കിലും കട്ട് ചെയ്തൊക്കെ തരാൻ ആളുണ്ടാവും. ഇപ്പം മക്കൾ സ്കൂളിൽ പോയി സമയം കടയിൽ പോയതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നോമ്പ് മുറിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് വരട്ടെ. അപ്പോൾ ഞാൻ പത്തൽ ചുടയാണ് ഗൈസ്. ഇവിടെ 2 വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിൽ, ഇവിടെ 3 വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഉള്ളിവട ചുടുകയാണ് ഗൈസ്. പത്തൽ ചുട്ട് കഴിഞ്ഞ് ഇനി ഉള്ളിവടയും കൂടി ചുട്ടെടുത്ത് മുട്ടയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഞാൻ എഗ്ഗ് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടില്ല. കഴിഞ്ഞ മുട്ടയല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉള്ളിവടയാണ് പെട്ടെന്ന് ആക്കിയാണ് കേട്ടോ, എനിക്ക് തന്നെ പറ്റാത്തതുകൊണ്ട്. ഉള്ളിവട, മുട്ട ഇങ്ങനെ വരഞ്ഞ് കയറിയിട്ട് ഫ്രൈ ചെയ്തത്. പിന്നെ ഇത് എന്തോ നമുക്ക് കടയിൽ നിന്ന് വന്നത്, അത് വാങ്ങിക്കൊണ്ടത്. അപ്പോൾ നമ്മളതെല്ലാം പീസ് ആക്കി വെച്ചതാണ്. അതെയോ, ഇറാനി പോള അല്ലേ. ഇത് മുന്തിരി. പിന്നെ ഇത് ഞാൻ ഷമാമ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ 2 കഷ്ണമാണ്. ഇത് ബത്തക്ക. അതെ അതെ. പിന്നെ അതെ അതെ. പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവരാരും ഉണ്ടായില്ല. അതെ, സമരമൊക്കെ വാങ്ങിയുള്ളൂ. ഞാൻ തന്നെ ഇങ്ങനെ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചതാണ് ഗൈസ്. പിന്നെ പത്തൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കട്ടൻ ചായ ആണ്. ഏറ്റവും നല്ല നോമ്പ് കുറിക്കാൻ കാലത്തോണ്ട് നോമ്പ് കുറിക്കണം, ഈത്തപ്പഴം കഴിക്കണം, എന്നാലേ വിറ്റാമിൻസ് ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. മുട്ട വരഞ്ഞത്, ഉള്ളിവട ഉണ്ടാക്കി. പിന്നെ സംഭവം കൊണ്ടുവന്ന സാധനങ്ങൾ പിന്നെ മുന്തിരി, ബത്തക്ക. ഞാൻ ജ്യൂസ് ഷമാമ അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം വിചാരിച്ച്. പിന്നെ കട്ടൻ ചായ, മറ്റേ മിൻറ്റ് ചായയാണ്, പുതിനയിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. പാൽ ചായ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നാളത്തെ നോമ്പ് കൂടി വീഡിയോ ഉണ്ടായിട്ട് എല്ലാവർക്കും റമദാൻ മുബാറക്.